വളരെ പ്രധാനപ്പെട്ട അതിഥി കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിൽ എന്നോടൊപ്പം ചേരുകയാണ്. മറ്റാരുമല്ല, തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ എന്നോടൊപ്പം ചേരുകയാണ്. ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോഴാണ് മന്ത്രി തത്സമയം ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായിരുന്നത്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തിന്റെ ചരിത്ര ദിവസത്തിലാണ് നിൽക്കുന്നത്. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് മിനിസ്റ്റർ? അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ 2028 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തീകരിക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യമാണുള്ളത്. ഇതോടുകൂടി ലോകത്തെ നമ്പർ 1 തുറമുഖമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറിത്തീരും എന്നുള്ള സവിശേഷതയാണുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 2998 മീറ്റർ നീളത്തിലുള്ള ബ്രേക്ക് വാട്ടർ പുലിമുട്ട് നിർമ്മിച്ചിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നതോടുകൂടി നമുക്ക് 3000 മീറ്ററിലേക്ക് എത്തിച്ചേരണം. അത് 4000 മീറ്ററിലേക്ക് എത്തിച്ചേരണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടക്കുന്നത്. 1. 2, ഇപ്പോൾ 800 മീറ്റർ ബെർത്തുള്ളത് നമുക്ക് 2000 മീറ്റർ ബെർത്തായിട്ട് മാറണം. അപ്പോൾ 1200 മീറ്റർ ബെർത്തൂടെ വരുന്നതോടുകൂടി 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം നങ്കൂരമിടാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതോടൊപ്പം ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ 19 മാസത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് 2024 ഡിസംബർ 3-നാണ്. ഒരു വർഷക്കാലത്തെ ആദ്യത്തെ ലക്ഷ്യം 10 ലക്ഷം കണ്ടെയ്നർ TEU നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്കത് 13 ലക്ഷത്തിൽ പരമാകാൻ കഴിഞ്ഞു. ഇപ്പോൾ ആകെയുള്ള ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 710 കപ്പലുകൾ വന്ന് നമുക്ക് 15.15 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് വിഴിഞ്ഞം ഒന്നാം ഘട്ടത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടമുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ നാടുകളിലേക്കും അമേരിക്ക, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ചരക്കുകൾ കയറ്റി അയക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി എന്നത് വലിയ രൂപത്തിലുള്ള നേട്ടങ്ങളുടെ ഒരു ഭാഗമാണ്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞിട്ടുള്ളത് MSCയുടെ കൂറ്റൻ കപ്പലുകൾ എന്നുവെച്ചാൽ ലോകത്തെ വമ്പൻ കപ്പലുകളായിട്ടുള്ള 399.9 മീറ്റർ നീളവും ഏതാണ്ട് 17.1 മീറ്റർ ആഴം ഉള്ള കപ്പൽ MSC ബെറോന ഇവിടെ നങ്കൂരമിട്ടു എന്നുള്ളതാണ്. അതുപോലെ MSC ഐറീന, MSC ടർക്കി തുടങ്ങിയിട്ടുള്ള കൂറ്റൻ കപ്പലുകളെല്ലാം ഈ കാലഘട്ടത്തിൽ നമുക്ക് വിഴിഞ്ഞത്ത് വന്നുപോയി എന്നുള്ളത് വലിയ രൂപത്തിലുള്ള നേട്ടങ്ങളുടെ ഭാഗമാണ്. ഇനി നമുക്ക് പ്രധാനമായും കരമാർഗമുള്ള ചരക്ക് ഗതാഗതങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു അപ്രോച്ച് റോഡ് ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഇന്ന് നമ്മൾ നിർമ്മാണ പ്രവർത്തനം 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. അതിനുശേഷം 2028 എത്തുമ്പോഴേക്ക് നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കാൻ വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ 1492 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് മുടക്കി ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10.7 കിലോമീറ്ററാണ് റെയിൽവേ എങ്കിൽ 92.2 കിലോമീറ്റർ അത് തുരങ്കപാതയാണ്. അതേപോലെ തന്നെ നമുക്ക് ക്ലോവർ ലീഫ് ഉൾപ്പെടെ NHAയുമായി ബന്ധപ്പെടുന്ന രൂപത്തിലേക്കുള്ള നമുക്ക് കരമാർഗമുള്ള ഗതാഗത സൗകര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നമുക്ക് ICP പദവി കിട്ടി എന്നുള്ളതാണ് മറ്റൊരു നേട്ടം ഈ രംഗത്ത് ഈ കാലയളവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മറ്റ് ഷിപ്പുകൾക്കെല്ലാം വരാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉള്ളത് 20 മീറ്റർ ആഴം നമുക്കുണ്ട് എന്നുള്ളതും അടിപ്പാറയാണ് എന്നുള്ളത് കൊണ്ടും ഒരു ഷിപ്പ് വന്നു പോയി കഴിഞ്ഞാൽ അടുത്തത് ഡ്രഡ്ജിങ് നടത്തണമെന്ന സ്ഥിതി ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തുറമുഖത്തിന് മറ്റ് തുറമുഖങ്ങളേക്കാൾ അനായാസം കപ്പലുകൾക്ക് വന്നു പോകാൻ കഴിയുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ 1ാം ഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് 65% പണം മുടക്കിയാണ് ഇത് നിർവഹിച്ചതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട BGF പോലും നമുക്ക് യഥാർത്ഥത്തിൽ തന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് വായ്പയായി അനുവദിച്ചത് തിരിച്ച് 12,000 കോടി രൂപ അടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 817 ആയിരുന്നു നമുക്ക് തരേണ്ടിയിരുന്ന BGF. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾക്കെല്ലാം ഗ്രാൻഡായി BGF കൊടുത്തപ്പോൾ കേരളത്തിന് മാത്രം യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വായ്പയായിട്ടാണ് നൽകിയത്.
നമ്മളത് മുഴുവൻ തിരിച്ചടച്ച് വരുമ്പോൾ പലിശ കണക്ക് കൂട്ടിയാൽ 12,000 കോടി രൂപ നമ്മൾ തിരിച്ചടക്കേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം കസ്റ്റംസിൻ്റെയും മറ്റ് ഡ്യൂട്ടിയുടെയും എല്ലാം ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ്റിനാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിനോടകം നടന്ന പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് 106 കോടി രൂപയാണ് നികുതി ഇനത്തിൽ വരുമാനമായിട്ടുണ്ടായത്. അപ്പോൾ കസ്റ്റംസിൻ്റെ ആണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ 3 പൈസയാണ് 1 രൂപയ്ക്ക് ലഭ്യമാകുന്ന സ്ഥിതിവിശേഷം വരിക. അപ്പോൾ ഈ നിലയിൽ കേന്ദ്ര ഭരണാധികാരികൾ ഈ വിഷയത്തോട് വേണ്ടത്ര രൂപത്തിലുള്ള അനുകൂലമായ സമീപനം സ്വീകരിച്ച് സാമ്പത്തികമായി നമ്മളെ സഹായിക്കാൻ തയ്യാറായില്ല എന്ന ഖേദകരമായ അവസ്ഥ നിലനിൽക്കുകയാണ്. മിനിസ്റ്റർ അത് പറയുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എത്തുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്തെത്തി പ്രധാനമന്ത്രി വിഴിഞ്ഞത്തിന്റെ നേട്ടത്തെക്കുറിച്ച് വലിയ രീതിയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങൾ വസ്തുതകളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയല്ലേ, നമ്മളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാമ്പത്തിക സമീപനമടക്കം? നിശ്ചയമായും മറ്റ് പല വിഷയങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് എടുത്ത വിവേചനാപരമായ സമീപനം പോലെ തന്നെ ഈ വിഷയത്തിലും കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് സ്വീകരിച്ചത് അങ്ങേയറ്റം വിവേചനാപരമായ സമീപനമാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ദൃഷ്ടാന്തമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും BGF ഗ്രാൻഡായി നൽകിയപ്പോൾ നമുക്ക് മാത്രം അത് ലോണായി തരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വന്നത്. കേന്ദ്രം ഇത് അഭിമാനകരമായൊരു പദ്ധതിയായി ഉയർത്തിക്കാട്ടുമ്പോഴും യഥാർത്ഥത്തിൽ നമുക്കൊരു ചില്ലിക്കാശ് പോലും ഈ തുറമുഖം നമുക്ക് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി തന്നില്ല എന്ന ഖേദകരമായ അവസ്ഥ കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യക്ക് തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടന വേളയിൽ പ്രസംഗിച്ചത് നിങ്ങളെല്ലാം ഓർക്കും. ആ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഒരു തരത്തിലും നമ്മളെ സഹായിക്കാൻ തയ്യാറായില്ല. ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള നീക്കത്തിൽ നമുക്ക് തരേണ്ട പൈസയെ സംബന്ധിച്ച് വിവിധ തലത്തിൽ വായ്പയായിട്ടെങ്കിലും തരുന്ന രൂപത്തിൽ ഉൾപ്പെടെ നമ്മൾ ചില നിവേദനങ്ങൾ ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ട് ആ കാര്യത്തിലും അനുകൂലമായ പ്രതികരണമുണ്ടായില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം ഈ തുറമുഖത്തിൻ്റെ 2ാം ഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കരാർ, കൺസെഷനുമായിട്ടുണ്ടാക്കിയുള്ള കരാർ മുമ്പുണ്ടാക്കിയിരുന്ന കരാറിൽ നിന്ന് വ്യത്യസ്തമായി വന്നത് മറ്റൊരു നേട്ടമാണ്. 2045 മാത്രമാണ് ആദ്യം ഉണ്ടാക്കിയ കരാറനുസരിച്ച് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പോൾ മുമ്പുണ്ടാക്കിയ കരാറിൽ നിന്ന് വ്യത്യസ്തമായി 17 വർഷം മുമ്പ് കേരളത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് രണ്ടാമതായി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നേട്ടങ്ങൾ എന്ന് എടുത്തു സൂചിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് 2045 മാത്രം പൂർത്തീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയോ കാലം നമ്മൾ കാത്തിരിക്കണമായിരുന്നു അതിൻ്റെ റിട്ടേൺ അടക്കം കിട്ടാൻ. ഇപ്പോൾ 2028 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ 10 ലക്ഷം കണ്ടെയ്നറാണ് ഒരു വർഷം നമ്മൾ ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിട്ടതെങ്കിൽ ഇപ്പോൾ നമുക്കതിനേക്കാൾ ഉപരി മുന്നോട്ട് വരാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ 2, 3, 4 ഘട്ടം കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി പ്രതിവർഷം നമുക്ക് 50 ലക്ഷം TEU കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് തുറമുഖം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന നമ്പർ 1 തുറമുഖമായി മാറുന്നു എന്നുള്ളതാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി ഉണ്ടാകുന്ന സ്ഥിതി. അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലവസരങ്ങൾ നമുക്ക് ഇപ്പം തന്നെ നമ്മൾ 1000-ലേറെ ആളുകൾ 1ാം ഘട്ടത്തിൽ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി. ഇനി ഒരു 5000-ലേറെ ആളുകൾക്ക് വീണ്ടും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് തുറമുഖത്ത് മാത്രമായി വരുന്നത്. പരോക്ഷമായി ഉണ്ടാകാൻ പോകുന്ന തൊഴിലവസരങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. മറ്റു വ്യാവസായിക മേഖലയിൽ വരാൻ പോകുന്ന പുരോഗതി, ലോജിസ്റ്റിക് സംവിധാനങ്ങളെല്ലാം രംഗത്ത് വരുന്നു. ഇതെല്ലാം ചേർന്ന് നാളുകളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ മേഖലകളിൽ വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലോട്ട് ഈ തുറമുഖം മാറിത്തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. 1, ആദ്യം റോ മെറ്റീരിയലിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. 2, ഓഖി ദുരന്തം വന്നു. 3, നമുക്ക് വലിയ രൂപത്തിൽ വെള്ളപ്പൊക്കക്കെടുതി വന്നു. 4, വലിയ രൂപത്തിൽ കോവിഡ് ബാധിച്ചു. 5, വലിയ രൂപത്തിലുള്ള സമരം ഇരമ്പിയാർത്ത് വന്ന് ഈ പ്രവർത്തനം തന്നെ നിർത്തിവെക്കാൻ പ്രതിപക്ഷമടക്കം പറയുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി മുന്നിൽ നിർത്തിക്കൊണ്ട് സമയത്തതയോടെ, സമീപനത്തോടെ, സഹിഷ്ണുതയോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലെടുത്ത നിലപാടുകളാണ് ആ വിമോചന സമരത്തിൻ്റെ രൂപത്തിൽ ഉയർന്ന സമരം പോലും നമുക്ക് സമീപനത്തിൻ്റെ പാകയിൽ തീർക്കാൻ കഴിഞ്ഞ് ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അമേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ തൊഴിലവസരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ 5000 തൊഴിലവസരങ്ങളുടെ കാര്യം പറഞ്ഞു. അത് പ്രത്യക്ഷമായി പിന്നീട് പരോക്ഷമായി അതിനപ്പുറമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അത് കൂടുതലും ലഭിക്കുക നമ്മുടെ ജെൻസി തലമുറയിൽപ്പെട്ട പുതിയ തലമുറയിലെ കുട്ടികൾക്കാണ്. അപ്പോൾ അതൊരു ജെൻസി തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞമെന്ന് വളരെ രസകരമായി മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശരിയാണ്.
നമുക്ക് ഇത് കൃത്യമായി എടുത്ത് പരിശോധിച്ചാൽ ആധുനിക കാലഘട്ടത്തിൻ്റെ വിവരസാങ്കേതിക വിദ്യകളും അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള അത്ഭുതകരമായ പുരോഗതിയുമെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ തുറമുഖം മുന്നിപ്പോൾ ഫങ്ഷൻ ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ മുമ്പ് മാനുവലായി ചെയ്തിരുന്ന വർക്കുകളെല്ലാം അവിടെ ചെയ്യുന്ന മുഴുവൻ യന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പ്രധാനമന്ത്രി തന്നെ ആദ്യ ഉദ്ഘാടന ദിവസം വന്ന് ഓഫീസിൽ കയറിയപ്പോൾ 9 പെൺകുട്ടികളാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട അവിടുത്തെ ഈ വർക്ക് അൺലോഡിങ് ഉൾപ്പെടെ നടത്തുന്ന രൂപത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് അത് ഒരുപക്ഷെ 100 കണക്കിന് മാനുവൽ തൊഴിലാളികൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് ഈ തരത്തിൽ വിരൽത്തുമ്പിൽ കൂടി 9 പെൺകുട്ടികൾ ആ ജോലി ചെയ്യുന്ന രംഗം കാണാനിടവന്ന്. അത് വണ്ടർഫുൾ എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. അപ്പോൾ ഈ രംഗത്ത് വിവരസാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദന രംഗത്തും അതോടൊപ്പം തന്നെ സേവനത്തിൻ്റെ തുറകളിലുമെല്ലാം നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമോ ആ നേട്ടങ്ങൾ പൂർണ്ണമായി സ്വായത്തമാക്കിക്കൊണ്ടാണ് ഈ ഫുള്ളി ഓട്ടോമേറ്റഡ് തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ രംഗത്തേക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ പരോക്ഷമായി പല രൂപത്തിലെത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് തൊഴിൽ രംഗത്ത് ഒരുപക്ഷെ തൊഴിൽരഹിതരായി നിൽക്കുന്ന യൗവനങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന രൂപത്തിലേക്ക് അത് മാറിത്തീരുമെന്ന കാര്യത്തിലും സംശയമില്ല. അങ്ങനെ കേരളം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് വികസന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഇതോടുകൂടി യാഥാർത്ഥ്യമാകും. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. ഈ തിരക്കുള്ള സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ പങ്കുവച്ചതിന്, ഒപ്പം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നമ്മുടെ ഈ വലിയ നേട്ടത്തിന് പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നതിന്. താങ്ക് യു.